ഏവർക്കും എയിമ സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ. ഇന്ത്യയിലെവിടെയുമുള്ള മലയാളികളെ ഒരു ചരടിൽ കോർത്തിണക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ദേശീയ നിർവാഹക സമിതി യോഗം ഈ വരുന്ന ജനുവരി 25-26 തീയതികളിലായി നവി മുംബൈയിലുള്ള ഹോട്ടൽ നിമന്ത്രണിൽ വെച്ച് നടക്കും. എയിമ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ, ദേശീയ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ, ജനറൽ സെക്രട്ടറി ശ്രീ കെ.ആർ. മനോജ്, ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ദിവാകരൻ, ട്രഷറർ ശ്രീ സജിമോൻ ജോസഫ് എന്നിവർ ഉൾപ്പെടെ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ നേതാക്കളും ദേശീയ നിർവാഹക സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. എയിമ ദേശീയ നിർവാഹക സമിതി യോഗത്തിനോടനുബന്ധിച്ച് എയിമ മഹാരാഷ്ട്ര ഘടകം ഒരുക്കുന്ന സംഗീത സാംസ്കാരിക സന്ധ്യയിൽ പ്രശസ്ത മലയാള കവി മുരുകൻ കാട്ടാക്കടയുടെ കവിതാലാപനം, അലോഷി ആഡമിന്റെ ഹൃദയഗീതം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവാസി മലയാളികൾക്കും കേരളത്തിലും കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെയായി നിരവധി സേവനങ്ങൾ ഒരുക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം വരുന്ന ജനുവരി 25-26 തീയതികളിലായി നവി മുംബൈ ബേലാപൂരിലുള്ള ഹോട്ടൽ നിമന്ത്രണിൽ വെച്ച് നടക്കുകയാണ്. എയിമ മഹാരാഷ്ട്ര ഘടകം പ്രസിഡന്റ് ശ്രീ ടി.എ. ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര സംസ്ഥാന ഘടകമാണ് യോഗവും സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിക്കുന്നത്. 2 ദിവസങ്ങളിലായുള്ള ചർച്ചകളും വിവിധ കലാപരിപാടികളുമാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ദിവസമായ ജനുവരി 25 രാവിലെ 10 മണിക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ കെ.ആർ. മനോജ് സ്വാഗതം ആശംസിക്കും. തുടർന്ന് ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലൻ, സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു ദിവാകരൻ, ദേശീയ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ എന്നിവർ സംസാരിക്കും. തുടർന്ന് യോഗത്തിന്റെ അജണ്ടയും മുൻ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ മിനിറ്റ്സും യോഗത്തിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കും. തുടർന്ന് മിനിറ്റ്സിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ യോഗത്തെ അറിയിക്കും. അതിനെ തുടർന്ന് ദേശീയ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ പി ജയരാജ് നായർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശ്രീ സജിമോൻ ജോസഫ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. തുടർന്ന് അംഗങ്ങൾ എഴുതി നൽകിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുകയും എഴുതി നൽകിയ പ്രമേയങ്ങൾ യോഗത്തിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്ന വയനാട് പുനരധിവാസം, ആവശ്യക്കാർക്ക് ഭക്ഷണം തുടങ്ങിയ പദ്ധതികളുടെ പുരോഗതി യോഗത്തിൽ വിലയിരുത്തും. തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ എയിമ കോർഡിനേറ്റേഴ്സിനെ നിയമിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതാത് സംസ്ഥാന സെക്രട്ടറിമാരോ പ്രസിഡന്റുമാരോ അവതരിപ്പിക്കുകയും ചെയ്യും. ആദ്യ ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന യോഗം 1 മണിക്ക് ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ് വീണ്ടും 2 മണിക്ക് ചേരും. വൈകിട്ട് 4 മണി വരെയായിരിക്കും യോഗം. അന്നേ ദിവസം വൈകിട്ട് 4:30 മുതൽ അഗ്രികോൾ സംസ്കൃതി ഭവനിൽ വെച്ച് പ്രശസ്ത മലയാള കവി ശ്രീ മുരുകൻ കാട്ടാക്കട അവതരിപ്പിക്കുന്ന കവിത, ശ്രീ അലോഷി ആഡമിന്റെ ഹൃദയഗീതം എന്ന സംഗീത പരിപാടി എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. യോഗത്തിന്റെ 2ാം ദിവസമായ 26-ന് പരിപാടികൾ ആരംഭിക്കുന്നത് അവതരിപ്പിക്കാൻ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടുകൾ അതാത് സംസ്ഥാനങ്ങളുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും. തുടർന്ന് 2025 ജൂലൈ മാസത്തിൽ കേരളത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച എയിമ ദേശീയ കൗൺസിൽ യോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. എയിമ വോയ്സ് മത്സരങ്ങൾ ദേശീയാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചും ജൂലൈയിൽ നടക്കുന്ന അക്ഷരമുദ്ര പുരസ്കാരത്തെക്കുറിച്ചും അന്നേ ദിവസം ചർച്ചകൾ നടക്കും. കോഴിക്കോട് നടക്കുന്ന ദേശീയ വനിതാ സമ്മേളനം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ടാലന്റ് ഷോ, യുവജന വിഭാഗത്തിന്റെ നാഷണൽ ടാലന്റ് ഡാറ്റാബേസ്, യുവജനങ്ങളുടെ വികസനം ലക്ഷ്യമാക്കിയുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകൾ എന്നിവയും അന്നേ ദിവസം ചർച്ചാ വിഷയമാകും. സംസ്കാരവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വാർഷിക യുവജനോത്സവം, സ്കിൽ ഡെവലപ്മെന്റ്, കരിയർ അവസരങ്ങൾ, മെഗാ ഇവന്റുകൾ സംഘടിപ്പിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന് ധനം സമാഹരിക്കുന്നതിനുള്ള സാധ്യതകൾ, അധ്യക്ഷൻ അനുവദിക്കുന്ന മറ്റു വിഷയങ്ങൾ എന്നിവയ്ക്ക് മേലുള്ള ചർച്ചകളും 26-ലെ സെഷനിൽ നടക്കും. യോഗ നടപടികൾ ദേശീയ ജനറൽ സെക്രട്ടറി ചുരുക്കി വിവരിക്കുകയും പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്യുന്നതോടെ കൃതജ്ഞതാ പ്രകാശനത്തോടെ യോഗത്തിന് വിരാമം കുറിക്കും. 2ാം ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന യോഗം ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കും. പ്രിയമുള്ളവരെ, എയിമ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങും അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമും ഈ വരുന്ന 25-26 തീയതികളിൽ മുംബൈയിൽ വെച്ച് നടക്കുകയാണ്. കേരളത്തിലെ അതുപോലെ തന്നെ യു.പിയിലെ, ഡൽഹിയിലെ, കർണാടകയിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രാപ്രദേശിലെ, തെലങ്കാനയിലെ, മധ്യപ്രദേശിലെ, ഗുജറാത്തിലെ, മുംബൈയിലെ എന്ന് വേണ്ട വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ 2 ദിവസമായി നവി മുംബൈയിലെ ഹോട്ടലിൽ ഒത്തുചേർന്നു പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. അരുമയാം പാട്ടിൻ്റെ
പെരുമകൾ പൂക്കുന്ന ആരാമ ഭംഗിയാണീമ. അഭിരാമ സങ്കൽപ്പ സങ്കീർത്തനങ്ങൾ അവിരാമമൊഴുകുന്നൊരേമ. ആഗോള സംഗീത സമരസഭാവത്തിൻ സംഗമ ബിന്ദുവാണേമ. ആഗോള സംഗീത സമരസഭാവത്തിൻ സംഗമ ബിന്ദുവാണേമ. ഇവിടെ അതിരുകളില്ലാത്തൊരാകാശ ചില്ലയിലായിര വല്ലികളിൽ. ഇവിടെ അതിരുകളില്ലാത്തൊരാകാശ ചില്ലയിലായിര വല്ലികളിൽ. സതിരുകൾ പാടും കുയിലുകൾ മൊഴിയും സുന്ദര സൗഹൃദ സംഗീതം. രാഗലയത്തിൻ സ്മൃതി കുസുമങ്ങൾ പൂത്തുലയുന്നൊരു പൂവാടി. പൂത്തുലയുന്നൊരു പൂവാടി. ഏയ്മാ ഏയ്മാ. ആഗോള സംഗീത സമരസഭാവത്തിൻ സംഗമ ബിന്ദുവാണേമ. ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.